6 ദിവസങ്ങൾക്ക് മുൻപാണ് വയറുവേദനയുമായി ഭാര്യയെ കാണിക്കാനായി ശരത്ത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇന്ന് ശരത്തിന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ടവളില്ല. ആ ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന്റെ ഭാര്യയെ മരണത്തിലേക്ക് തള്ളിവിട്ടുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാഴ്ച. ഭാര്യയോട് സംസാരിച്ച് പുറത്തുപോയി തിരിച്ചെത്തിയ ശരത്ത് പിന്നീട് കാണുന്നത് അബോധാവസ്ഥയിൽ ദേഹമാസകലം കറുത്ത പാടുകളുമായി കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വയറുവേദനയുമായി കൃഷ്ണ ആദ്യം തൈക്കാട് ആശുപത്രിയിലേക്ക് എത്തുന്നത്. എന്നാൽ അവിടെ നിന്നും കുറവില്ലാത്തതിനാൽ മലയൻ കീഴുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും നടത്തിയ പരിശോധനയിൽ ഇത് കിഡ്നി സ്റ്റോൺ ആണെന്ന് കണ്ടെത്തുകയും കൂടുതൽ ചികിത്സ ആവശ്യത്തിനായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് നിർദ്ദേശിക്കുകയുമായിരുന്നു. തുടർന്ന് അവിടെയെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൃഷ്ണ അബോധാവസ്ഥയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. മുഖത്തടക്കം ശരീരമാകെ കറുത്ത പാടുകളായി. കൃഷ്ണയുടെ രക്തം പരിശോധിച്ചതിന്റെ റിസൾട്ട് വാങ്ങാനായി ഭർത്താവ് ശരത്ത് ലാബിലേക്ക് പോയ സമയം ആശുപത്രി അധികൃതർ യുവതിക്ക് ഇഞ്ചക്ഷൻ നൽകിയതായാണ് ബന്ധുക്കൾ പറയുന്നത്. ലാബിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുൻപേ പോലും തന്നോട് സംസാരിച്ച ഭാര്യയെ തിരിച്ചെത്തിയപ്പോൾ ശരത്ത് കാണുന്നത് അബോധാവസ്ഥയിൽ കിടക്കുന്ന നിലയിലാണ്. തുടർന്ന് ഡോക്ടർ ശരത്തിനോട് പറഞ്ഞത് തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും കൃഷ്ണ ഒരു ഇൻഹേലർ ഉപയോഗിച്ചതോടുകൂടിയാണ് സ്ഥിതി വഷളായതെന്നുമാണ്. എന്നാൽ ശരത്ത് പറയുന്നത് രോഗിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാതെ കുത്തിവെപ്പെടുത്തതാണ് കൃഷ്ണയുടെ മരണത്തിന് ഇടയാക്കിയതെന്നുമാണ്. യുവതി നിലവിൽ അലർജിക്കും ശ്വാസം മുട്ടലിനുമുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളാണ്. ഇത് അന്വേഷിക്കാതെയാണ് ഇഞ്ചക്ഷൻ നൽകിയതെന്നാണ് ബന്ധുക്കളുടെ പ്രധാന ആരോപണം. എന്നാൽ ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന നൽകുന്ന വിശദീകരണത്തിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധാരണയായി നൽകുന്ന മരുന്ന് മാത്രമാണ് കൃഷ്ണയ്ക്ക് നൽകിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏതൊരു മരുന്നിനും സംഭവിക്കാവുന്ന ദ്രുതഗതിയിലുണ്ടാകുന്ന മാരകമായ അലർജി പ്രക്രിയ കാരണമാകാം രോഗി മരിച്ചതെന്നുമാണ് KGMO വിശദീകരണം. എന്തായാലും ഇവിടെ നഷ്ടപ്പെട്ടത് ഒരു 28-കാരിയുടെ ജീവനാണ്, ഒരു കുടുംബത്തിന്റെ വിളക്കാണ്. യുവതിയുടെ മരണത്തെ തുടർന്ന് ശരത്തിന്റെ പരാതിയിൽ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ബിനുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ബന്ധുക്കളുടെ ആരോപണം ശരിയാണെങ്കിൽ ഒരു രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ അറിയാതെ ചികിത്സ നടത്തിയ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.